ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ENT, ഓർത്തോപീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, നെഫ്രോളജി, ന്യൂറോളജി, കാർഡിയോളജി, ഒപ്തമോളജി, ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ 17ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ചു. ഗ്യാസ് സ്പ്രേ ഉപയോഗിച്ച് തീയിടാനും ശ്രമം. ഒരാൾ കസ്റ്റഡിയിൽ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെ കൊട്ടേഷൻ സംഘം ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായി. കസ്റ്റഡിയിലുള്ളയാളെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നടന്നത്. സുനിൽ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാളുപയോഗിച്ച് ഇവരെ വെട്ടുകയായിരുന്നു. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത്. തന്നെ കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ പ്രതികരിച്ചു. കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. കാറിന്റെ ഗ്ലാസ് തകർത്ത ശേഷം കത്തി ഉപയോഗിച്ച് തന്നെ കുത്താൻ ശ്രമിച്ചെന്നും കൈവച്ച് തടഞ്ഞതിനാലാണ് കഴുത്തിൽ കുത്തേൽക്കാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലും ഭീകരമായ ആക്രമണത്തിന് ശ്രമം നടന്നതായും സുനിൽ വെളിപ്പെടുത്തി. ഗ്യാസ് നിറച്ച തീ പടരുന്ന സ്പ്രേ ഉപയോഗിച്ച് ആക്രമിക്കാനും ശ്രമമുണ്ടായി. എന്നാൽ സ്പ്രേയിൽ നിന്നും സ്പാർക്ക് വരാതിരുന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായത്. സ്പ്രേ ബോട്ടിൽ ചവിട്ടിത്തെറിപ്പിക്കുന്നതിനിടയിലാണ് കാലിൽ വെട്ടേറ്റതെന്നും സുനിൽ പറഞ്ഞു. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ആക്രമണത്തിന് ശേഷം 3-അംഗ സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്.